ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തലയണ കവർ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പഴയ തലയണ കവറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തലയണ കവർ വെച്ചിട്ട് നമ്മുടെ വീട്ടു ജോലികളൊക്കെ എളുപ്പമാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സാധാരണ ഇതുപോലുള്ള പഴയ തലയണ കവറൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കളയാറാണല്ലോ പതിവ്. എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള പഴയ പില്ലോ കവറൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു തലയണ കവറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സെൻട്രലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു ഹാങ്ങറാണ്. ഇനി നമുക്ക് ഈ ഹാങ്ങർ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഹാങ്ങർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഹാങ്ങറിന്റെ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ വീടിന്റെ ചുമരിൽ എവിടെയെങ്കിലും, അതായത് പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കാണാൻ പറ്റാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് തൂക്കിയിടാം. ഒന്നുകിൽ ഡോറിന്റെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ഷെൽഫിന്റെ ഒക്കെ ഡോറിന്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഇത് ഹാങ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നിങ്ങളുടെ വാഷ്റൂമിന്റെ ഏരിയയിലൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഇത് തൂക്കിയിടുന്നത് എന്നുണ്ടെങ്കിൽ നല്ലൊരു ലോണ്ടറി ബാഗായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ മുഷിഞ്ഞ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ അലക്കാനുള്ളത്, അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇത് ഷെൽഫിന്റെ ഡോറിന്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് തൂക്കിയിടുകയാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാനായിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഇട്ട് വെക്കാനുള്ള നല്ലൊരു ഓർഗനൈസർ ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു തലയണ കവർ വെച്ചിട്ട് തന്നെയുള്ള അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഒരു തലയണ കവർ ഇതുപോലെ ഒന്ന് വിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്റർ ഭാഗം വെച്ചിട്ട് ഞാൻ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതായത് ഉള്ളിലോട്ടാണ് കേട്ടോ മടക്കിയെടുക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഉൾഭാഗത്തോട്ടായിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അഴിഞ്ഞ് പുറത്തേക്ക് വരില്ല കേട്ടോ. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയൊക്കെ കവർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ മിക്സിയുടെ വയറിന്റെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഉൾഭാഗത്തോട്ടൊന്ന് വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ പഴയ തലയണ കവറൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സിക്ക് നല്ലൊരു കവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ മിക്കവരും ഇതുപോലുള്ള മോപ്പൊക്കെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലുള്ള മോപ്പൊക്കെ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതിന്റെ ഈ ഒരു നൂലൊക്കെ വെഞ്ഞിട്ട് ആകെ മൊത്തം കട്ടി കുറഞ്ഞ അവസ്ഥയിലോട്ട് വരാറുണ്ട്. അങ്ങനെ ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ മിക്ക വീട്ടമ്മമാരും പുതുതായിട്ട് മോപ്പൊക്കെ വാങ്ങാറുള്ളത് അല്ലേ. അപ്പോൾ ഇതുപോലുള്ള പഴയ തലയണ കവർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മോപ്പ് വാങ്ങാതെ കുറച്ച് നാൾ കൂടി ഈ ഒരു മോപ്പ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അധികം പഴയതാവാത്ത ഒരു മോപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കട്ടിയിലിരിക്കുന്നത്. അപ്പോൾ കട്ടി കുറഞ്ഞ മോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതി ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇതുപോലെ ആ ഒരു മോപ്പിന്റെ മുകളിലായിട്ട് പഴയ തലയണ കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു സ്റ്റിക്ക് ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു മോപ്പിന് അത്യാവശ്യം നല്ലോണം തന്നെ കട്ടി കിട്ടും. അതുകൊണ്ട് തന്നെ സാധാരണ പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തുടച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തലയണ കവർ എടുക്കുന്ന ടൈമിൽ കോട്ടൻ്റെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ കട്ടിയില്ലാത്ത മോപ്പൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ തുടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ഉറപ്പായൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ തുടച്ചെടുക്കുന്ന ടൈമിൽ നമ്മൾ മോപ്പിനേക്കാളും കൂടുതൽ തലയണ കവർ ആയിരിക്കും വൃത്തിയിടാവുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു തലയണ കവർ അഴിച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ വേറൊരു തലയണ കവർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള സാരിയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കോട്ടൻ്റെ ആണ്. നമ്മുടെ കയ്യിൽ പട്ടുസാരികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ പട്ടുസാരികളൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഇതുപോലുള്ള തലയണ കവർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പട്ടുസാരി ആദ്യം ഇതുപോലെ ഹാങ്ങറിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പില്ലോ കവർ ഉണ്ടല്ലോ, ആ ഒരു പില്ലോ കവർ ഇതുപോലെ ഉൾഭാഗത്തോട്ട് ഞാൻ ഹാങ്ങർ ഒന്ന് കടത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഹാങ്ങർ നമ്മൾ ഇട്ട് കൊടുത്ത ഹോളിൽ കൂടി പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് പില്ലോ കവർ ഇതുപോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇപ്പം ആ ഒരു സാരീനെ കവർ ചെയ്തിട്ടായിരിക്കും പില്ലോ കവർ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പില്ലോ കവർ വെച്ചിട്ട് നമ്മുടെ സാരി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൊടിയൊക്കെ പിടിക്കാതെയും പൂപ്പൽ വരാതെയും പട്ടുസാരികൾ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ ഷെൽഫിലൊക്കെ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ സാരിയൊക്കെ ഈ ഒരു തലയണ കവറിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതാ ഒരു കുപ്പിയുടെ പകുതി ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ നമുക്ക് ആവശ്യമില്ല. ഇതിന്റെ വായ്ഭാഗം മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ അടപ്പോട് കൂടിയത് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു കുപ്പിയുടെ വായ്ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അതിനുശേഷം ഇതിന്റെ വായ്ഭാഗത്തായിട്ട് ഞാൻ ഇതാ ഇതുപോലെ സ്റ്റിക്ക് ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് തീയിലോട്ടൊന്ന് കാണിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ തീയുടെ ചെറിയൊരു ചൂട് തട്ടിക്കുമ്പോൾ തന്നെ ഒരു പ്ലാസ്റ്റിക് ഒക്കെ ഉരുക്കിയിട്ട് ആ ഒരു സ്റ്റിക്കിനോട് ചേർന്നിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ഉരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഉരുക്കിയെടുക്കുന്ന ടൈമിൽ ഈ ഒരു അടപ്പിടുന്ന ഭാഗം ഉരുകി പോകാതെ നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിക്ക് ഇതിനോട് ചേർന്ന് നിൽക്കാൻ പാടില്ല. കുറച്ച് ഉൾഭാഗത്തോട്ടായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ കയ്യിലെ പഴയ പില്ലോ കവർ എടുക്കാം. ഇപ്പം ഞാൻ ഇതാ കോട്ടൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. 2 പില്ലോ കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതാ പില്ലോ കവർ ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടുത്ത പില്ലോ കവർ കൂടി വിരിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ എടുത്ത കുപ്പിയുടെ അടപ്പ് കൂടി ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി ആ കുപ്പിയുടെ അടപ്പ് ആ ഒരു പൊസിഷൻ മാറിപ്പോകാതിരിക്കാനായിട്ട് കൈവച്ച് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം പുറം ഭാഗം, അതായത് ഈ ഒരു തലയണ കവറിൻ്റെ പുറം ഭാഗം ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഇത് ആ ഒരു അടപ്പ് ഉൾഭാഗത്തുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റിക്ക് നമുക്ക് ടൈറ്റ് ആക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് അത്യാവശ്യം കട്ടിയുള്ള തലയണ കവറാണ്. പിന്നെ കോട്ടൻ്റെതാണ്. മാത്രമല്ല 2 തലയണ കവർ വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ കുപ്പിയുടെ അടപ്പിടുന്നത് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ടൈറ്റ് ആക്കി ഇടാൻ പറ്റില്ല. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അഴിഞ്ഞു പോരും കേട്ടോ. അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഈ ഒരു അടപ്പിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ആണി അടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ആണി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് തന്നെ വെടിയിരുന്നുള്ളൂ കേട്ടോ. പെട്ടെന്നൊന്നും അഴിഞ്ഞു പോരൊന്നുമില്ല. അങ്ങനെ ഇതിൻ്റെ ഈ ഒരു അടപ്പിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഒരു ആണിയാക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഇപ്പം ഞാൻ ഈ ഒരു ബാൻഡ് വെച്ചിട്ട് ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പില്ലോ കവർ ഇതുപോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് നമുക്ക് നല്ലൊരു മോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല കോട്ടൻ്റെ പില്ലോ കവറൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലോറൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കോട്ടൻ്റെ തലയണ കവറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയാതെ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ ഈ ഒരു ചാനലിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.